റെഡിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വേദാന്ത സാരം സക്സിന്റ് ക്ലാസ്സസ് അതിന്റെ അവസാനത്തെ ദിവസമാണ്, 7ാമത്തെ ദിവസം. മുത്തുലക്ഷ്മി ടീച്ചറെ സാദരം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. ഇത് എനിക്ക് തോന്നുന്നു 6ാമത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു. ചുരുക്കിയാണ് പറഞ്ഞത്. എന്നാലും അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടന എന്താണെന്നും ആശയങ്ങൾ എന്താണെന്നും അതിന്റെ ഒരു ഏകദേശ ധാരണ കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സാധനകളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരുണ്ടല്ലോ, ശ്രീലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, മേഖലയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഗോപിക അല്ലെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സാധനകളില് ശ്രവണം, മനനം, നിധിധ്യാസനം പറഞ്ഞു. പിന്നെ അതിന്റെ ഭാഗമായി മറ്റ് ചില സാധനകളെ കുറിച്ച്, അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. സമാധി, സവികൽപക സമാധി, നിർവികൽപക സമാധി, പിന്നെ യോഗാംഗങ്ങള്, അതൊക്കെ പറഞ്ഞു. അതില് ശ്രവണം, മനനം, നിധിധ്യാസനം പറഞ്ഞപ്പോ ഞാൻ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, ശ്രവണം എന്ന് പറയുന്നതിന്റെ കൃത്യമായ പാരിഭാഷികമായ അർത്ഥം വേദാന്തത്തില് കൊടുക്കുന്നത് ഷഡ്വിധ താത്പര്യ നിർണായക ലിംഗങ്ങളെ കൊണ്ട് ശ്രുതി വാക്യങ്ങളുടെ അർത്ഥം മനസ്സിലാവുക എന്നുള്ളത് ആണ്. അതില് ഈ താത്പര്യ നിർണായക ലിംഗങ്ങള് ഛാന്തോക്യ ഉപനിഷത്തിന്റെ 6ാമത്തെ അധ്യായത്തില് അപ്ലൈ ചെയ്ത് കാണിച്ച് അത് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. പിന്നെ രാമതീർത്ഥന്റെ വ്യാഖ്യാനത്തില് അത് ഞാൻ പറഞ്ഞിരുന്നു. പല ഉപനിഷത്തുകളില്, മുണ്ടകം, തൈത്തിരീയം, അങ്ങനെ പല ഉപനിഷത്തുകളില് ഈ 6 താത്പര്യ നിർണായക ലിംഗങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മാതൃകകള് ആ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കുറച്ചും കൂടി ഈ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതിൽ കവിഞ്ഞ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് രാമതീർത്ഥന്റെ വ്യാഖ്യാനം നോക്കിക്കഴിഞ്ഞാല് അതിന്റെ പല പല ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുന്നതിന്റെ മാതൃകകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, താത്പര്യ നിർണായക ലിംഗങ്ങൾ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി ടെക്സ്റ്റിന്റെ താത്പര്യം എന്താണെന്ന്, ഗ്രന്ഥത്തിന്റെ താത്പര്യം എന്താണെന്ന് മനസ്സിലാവാൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മൾ നമുക്കും അത് അപ്ലൈ ചെയ്യാം. നമ്മൾ എഴുതുന്നതിൽ, നമ്മൾ പറയുന്നതിൽ, ഇപ്പൊ ഏറ്റവും സമകാലികമായിട്ട് നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ എന്തിലും ഉപയോഗിക്കാവുന്ന ഒരു മാതൃകയായിട്ടാണ് ഷഡ്വിധ താത്പര്യ നിർണായക ലിംഗങ്ങള് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അതില് ശ്രവണം, പിന്നെ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുള്ള, അപ്പൊ അത് കഴിഞ്ഞ് ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുള്ള സാധനകളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുമ്പ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഇത്തരം സാധനകളായാലും എന്ത് കൺസെപ്റ്റ് ആയാലും നമുക്ക് പല തലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ടെക്സ്റ്റിന്റെ തലത്തിൽ, ടെക്സ്റ്റ് നന്നായി മനസ്സിലാവണം. ആ തലത്തിൽ, ഏറ്റവും പ്രാഥമികമായ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് വേദാന്തത്തിന്റെ, ദർശനത്തിന്റെ, ശാസ്ത്രത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാം. അതിനപ്പുറത്ത് നമ്മൾ ചെയ്യുന്ന എന്തിലും, നമുക്കൊരു കാഴ്ചപ്പാട് വേണ്ട എന്തുമായിട്ടും ബന്ധപ്പെടുത്തി അതിനും ഒരു കൃത്യത കിട്ടാൻ വേണ്ടി അങ്ങനെയും നമുക്ക് ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. അത് വേദാന്തത്തിലെ ഏത് കൺസെപ്റ്റ് ആയാലും ഏത് മെത്തഡോളജി ആയാലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നുള്ളതിനെ നമുക്ക് ഒരു പെഡഗോജിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതുമ്പോഴും അതിൽ അപ്ലൈ ചെയ്യാമെന്ന്. അപ്പൊ ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, പല ആചാര്യന്മാരും നമുക്ക് ഈ ചിന്തയിലേക്ക് കൊണ്ടുപോകാവുന്ന ചില സൂചനകളൊക്കെ, നമുക്ക് മാർഗങ്ങളൊക്കെ നമുക്ക് തുറന്നിട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ പഞ്ചദശിയില് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. പഞ്ചദശിയില് പറയും എങ്ങനെയൊക്കെയാണ് ശ്രവണം, മനനം, നിധിധ്യാസനം ഇത് മൂന്നിനെ മനസ്സിലാക്കേണ്ടതെന്ന്. പഞ്ചദശിയിലെ ശ്ലോകങ്ങളാണ്: ഇത്തം വാക്യൈസ്തദർത്ഥാനുസന്ധാനം ശ്രവണം ഭവേത്
യുക്ത്യാ സംഭാവിതത്വ അനുസന്ധാനം മനനം തു തത് താഭ്യാം നിർവിചികിത്സേ അർത്ഥേ ചേതസ സ്ഥാപിതസ്യ യത് ഏകതാനത്വമേതദ്ധി നിധിധ്യാസന ഉച്യതേ എന്ന് പറയും. അതുപോലെ പിന്നെയും വീണ്ടും പറയും, ശ്രോതവ്യ ശ്രുതിവാക്യേഭ്യഃ മന്തവ്യശ്ച ഉപപത്തിഭിഃ മത്വാച സന്തതം ധ്യേയഃ ഏതേ ദർശന ഹേതവഃ. ഇങ്ങനെ പല പല ആചാര്യന്മാര് പല പല സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കുറച്ചുകൂടി വിശാലമായൊരു തലത്തിൽ ശ്രവണ മനനം നിധിധ്യാസനം എന്നിവയൊക്കെ കാണാം എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാല് ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്, പ്രജ്ഞാനം ബ്രഹ്മ ആയതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിനെ അറിയാനുള്ള എല്ലാ വഴികളും ഏത് തലത്തിലുള്ള അറിവുണ്ടാക്കാനും നമുക്ക് സഹായകമാണ്. അത് വേദാന്തത്തിലെ അറിവ് മാത്രമായിക്കൊള്ളുന്നില്ല, നമ്മളൊരു പുസ്തകം വായിച്ച് മനസ്സിലാക്കാനായാലും അത്തരം കൺസെപ്റ്റുകളൊക്കെ നമുക്ക് സഹായകമാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പെഡഗോജിക്കൽ റെലവൻസ് ആണ് ഞാൻ ഇന്നൊന്ന് ഓർമ്മിപ്പിക്കാം ആദ്യം അങ്ങനെ വിചാരിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രവണ മനന നിധിധ്യാസനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന വിഘ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ വിഘ്നങ്ങള് നിവാരണം ചെയ്യേണ്ടതിനെ കുറിച്ചും ആണ്. ഇത്രയാണ് ദിവസം പറഞ്ഞത്. അടുത്തത് ജീവൻ മുക്ത ലക്ഷണം. അതാണ് അവസാനത്തെ ടോപ്പിക് വേദാന്ത സാരത്തിലെ. അതായത് സവികൽപക സമാധിയും നിർവികൽപക സമാധിയും പറഞ്ഞു. ഈ സവികൽപക സമാധിയും നിർവികൽപക സമാധിയും ആർക്കാണ് ഉണ്ടാവുക? ഒരു ജീവൻ മുക്തനാണ്. അത് രണ്ടും ഉള്ള ആളാണ്, രണ്ടിലും എത്തിച്ചേർന്ന ഒരാളാണ് ആളെയാണ് ജീവൻ മുക്തൻ എന്ന് നമ്മൾ പറയാം. ഇനി ജീവൻ മുക്തന്റെ ലക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാം. അതൊരു വലിയ വാചകമാണ്, വലിയ സെന്റൻസ് ആണ്. നോക്കൂ, ജീവൻ മുക്തോ നാമ സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മജ്ഞാനേന തദജ്ഞാനബാധനദ്വാരാ സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മണി സാക്ഷാത്കൃതേ അജ്ഞാന തത്കാര്യ സഞ്ചിത കർമ്മ സംശയ വിപര്യാദീനാമപി ബാധിതത്വാത് അഖില ബന്ധരഹിതഃ ബ്രഹ്മനിഷ്ഠഃ ഉള്ളതാണ്. അപ്പൊ നോക്കൂ, ജീവൻ മുക്തോ നാമ, നമുക്ക് ആ വാക്യത്തിൽ ഏറ്റവും അവസാനത്തെ വാക്കിലേക്ക് വരാം, ബ്രഹ്മനിഷ്ഠഃ. ജീവൻ മുക്തോ നാമ ബ്രഹ്മനിഷ്ഠഃ. എങ്ങനെയുള്ള ബ്രഹ്മനിഷ്ഠൻ? അഖില ബന്ധരഹിതഃ ബ്രഹ്മനിഷ്ഠഃ. ബ്രഹ്മനിഷ്ഠഃ, ബ്രഹ്മത്തിൽ തന്നെ ഉറച്ച, ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ഉള്ള ഒരു ആള്. ബ്രഹ്മനിഷ്ഠഃ, ബ്രഹ്മണി നിഷ്ഠാ അസ്തി ഇതി. അപ്പൊ ബ്രഹ്മത്തിൽ തന്നെ നിഷ്ഠയുള്ള, സ്ഥിതിയുള്ള, ഉറപ്പുള്ള ഒരു ആള്. എങ്ങനെയും കൂടിയാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാണ് ബ്രഹ്മനിഷ്ഠ ഉണ്ടാവുക? അഖില ബന്ധരഹിത, എല്ലാ ബന്ധങ്ങളും ഒഴിഞ്ഞ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതിയുള്ള ഒരാളാണ് ബ്രഹ്മനിഷ്ഠൻ. എന്നിട്ട് എങ്ങനെയുള്ള എന്ത് അവസ്ഥയിലാണ് ഇങ്ങനെ ബ്രഹ്മനിഷ്ഠനാവാൻ പറ്റുക, ഇങ്ങനെ അഖില ബന്ധരഹിതനാവാൻ പറ്റുക? അതിന്റെ ഒരു ഹേതു ആണ് പറയുന്നത്, ബാധിതത്വാദ്. ഇതൊക്കെയും അല്ലെ, പഞ്ചമിയാണല്ലോ ഹേതുർത്ഥം. ബാധിതത്വാദ്, ബാധിക്കപ്പെടുന്നത് കൊണ്ട്, ബാധിക്കപ്പെടുന്നത് വഴി അഖില ബന്ധരഹിതനായി ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഒരാളാണ് ജീവൻ മുക്തൻ. അല്ലെ, അപ്പൊ ബാധിതത്വാദ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ഞാൻ പിന്നിലേക്ക് ആണ് പോണത്. എന്ത് ബാധിക്കപ്പെടുന്നത് കൊണ്ട്, എന്ത് എന്താണ് അപ്രമാണമാണ്, ഫോൾസിഫൈ അല്ലെ, അപ്രമാണമാണ്. ബാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത് പ്രമാണമല്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട്. എന്താണ് ബാധിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ബാധിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് അതിന്റെ ഇടയിൽ പറയുന്നത്. സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മജ്ഞാനേന. ഓരോന്നിനും ഓരോ ഭാഗത്തിനും വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്വസ്വരൂപമാകുന്ന അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ജ്ഞാനം കൊണ്ട്. അപ്പൊ അഖണ്ഡം എന്നുള്ള പദമൊക്കെ ആവർത്തിച്ച് മംഗള ശ്ലോകം തൊട്ട്
വരുന്നത് ഓർമ്മിക്കാവുന്നതാണ്. അഖണ്ഡം സച്ചിദാനന്ദം. അപ്പൊ അഖണ്ഡ ബ്രഹ്മജ്ഞാനേന, അഖണ്ഡത്തിന് അവിടെ പറഞ്ഞ ഡെഫിനിഷൻ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. അഖണ്ഡ ബ്രഹ്മജ്ഞാനേന തത് അജ്ഞാന ബാധന ദ്വാര, അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നത് വഴി അതുമായി ബന്ധപ്പെട്ട തത്സംബദ്ധ അജ്ഞാനവും അജ്ഞാനത്തിന്റെ കാര്യങ്ങളും അജ്ഞാനത്തിന്റെ സംസ്കാരവും ഒക്കെ ബാധിക്കപ്പെടുന്നു. അത് തെറ്റാണെന്ന് വരുന്നു, അത് അപ്രമാണമായി തീരുന്നു. അങ്ങനെ ദ്വാരബാധന ദ്വാര, അങ്ങനെ ബാധിക്കുന്നത് വഴി, അത് തെറ്റായി മനസ്സിലാക്കപ്പെടുന്നത് വഴി സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മണ്യെ, ആദ്യം സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മജ്ഞാനേന എന്ന് പറഞ്ഞു. ആ ജ്ഞാനം കൊണ്ട് സ്വസ്വരൂപ അഖണ്ഡ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ സ്വസ്വരൂപം തന്നെ ആയിട്ടുള്ള അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ബ്രഹ്മണി സാക്ഷാത്കൃതേ, ആ ബ്രഹ്മം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ, ആ ബ്രഹ്മത്തിനെ നേരിട്ട് അറിയുമ്പോൾ, സതി സപ്തമി ബ്രഹ്മണി സാക്ഷാത്കൃതേ, അങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നേര് ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അറിഞ്ഞു, ഉദാഹരണങ്ങളും ഒക്കെ അറിഞ്ഞു, അവസാനം അത് അനുഭവമായി തീരുന്ന സമയത്ത് സാക്ഷാത്കൃതേ അജ്ഞാന തത്കാര്യ സഞ്ചിത കർമ്മ സംശയ വിപര്യയാദീനാമപി ബാധിതത്വ, അതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു? അജ്ഞാനം ബാധിക്കപ്പെടുന്നു. അതിന്റെ കാര്യങ്ങൾ ആയിട്ടുള്ള സഞ്ചിത കർമ്മം, സംശയം, വിപര്യം എന്നിവയുടെയും ബാധം ഉണ്ടാകുന്നു. അല്ലെ? സഞ്ചിത കർമ്മവും നശിക്കുന്നു. അതായത് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാല് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് ഈ നമ്മൾ കർമ്മങ്ങളുടെയാണ് ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് സഞ്ചിത കർമ്മങ്ങളുണ്ട്, പ്രാരബ്ധ കർമ്മങ്ങളുണ്ട്, ആഗാമി കർമ്മങ്ങളുണ്ട്. അതില് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് ഓൾറെഡി ഫലം അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അനുഭവിച്ചു തന്നെ തീരണം. സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ജ്ഞാനോത്പത്തിക്ക് മുൻപ് അത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫലമൊന്നും അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു അതിന്റെ ലക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. സഞ്ചിതം എന്ന് പറഞ്ഞാല് പറയാം, ജ്ഞാനോത്പത്തേഹി പ്രാഗുത്പന്നം, ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അനാരബ്ധ ഫലം, അതാണ് സഞ്ചിത കർമ്മം. ജ്ഞാനോത്പത്തേഹി പ്രാഗുത്പന്നം അനാരബ്ധ ഫലം, അതിനെ നമുക്ക് അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാതെ ഇരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പ്രാരബ്ധ കർമ്മങ്ങൾ, ഫലം അനുഭവിക്കാൻ തുടങ്ങിയ കർമ്മങ്ങൾ, അതിന് ഭോഗേനൈവ ക്ഷയ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജ്ഞാനം വഴി, ബ്രഹ്മനിഷ്ഠ വഴി, ബ്രഹ്മജ്ഞാനം വഴി സഞ്ചിത കർമ്മ, അജ്ഞാന തത്കാര്യ സഞ്ചിത കർമ്മ സംശയ വിപര്യാദീനാം അഭി, സംശയം വിപര്യം എന്റെ ലക്ഷണം ഞാനിപ്പോ പറയുന്നില്ല. സംശയം അതാണോ ഇതാണോ എന്നുള്ള ഒരു നിശ്ചയം ഇല്ലായകയാണ്. വിപര്യം തെറ്റായ ജ്ഞാനമാണ്. ഈ സംശയം വിപര്യം എന്നുള്ളതിനൊക്കെ പല ശാസ്ത്രങ്ങളിലൊക്കെ പല ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിപര്യോ മിഥ്യാജ്ഞാനം അതദ്രൂപ പ്രതിഷ്ഠം യോഗസൂത്രത്തില് പറയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് പറയുന്നുണ്ട്. വേദാന്തസാരത്തിൽ തന്നെ ആദ്യ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയണില്ല. സഞ്ചിത കർമ്മ സംശയ വിപര്യാദീനാമപി ബാധിതത്വ, അതെല്ലാം ബാധിക്കപ്പെടുന്നു കഴിക്ക്. അങ്ങനെ അഖിലബന്ധരഹിത, കാരണം ബന്ധം ഉണ്ടാകുന്നത് ഇതിൽ നിന്നൊക്കെയാണ്. സഞ്ചിത കർമ്മങ്ങളിൽ നിന്നും സംശയം വിപര്യം ജ്ഞാനം, അതിൽ നിന്നൊക്കെയാണ് ബന്ധം ഉണ്ടാകുന്നത്. അപ്പോ അതൊക്കെ ബാധിക്കപ്പെടുമ്പോൾ ബന്ധവും ഒഴിയുന്നു. അഖില ബന്ധരഹിത ബ്രഹ്മനിഷ്ഠ, ബ്രഹ്മണി ഏവ നിഷ്ഠ എന്നുള്ള, അപ്പൊ ബ്രഹ്മനിഷ്ഠ എന്നുള്ള അങ്ങനെ ഉള്ള ഒരാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഈ വലിയ വാക്യം സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമുക്കത് ഓർമ്മയിൽ നിൽക്കും. ജീവൻ മുക്തോ നാമ ഇങ്ങനെ എടുത്താൽ മതി. അഖില ബന്ധരഹിത ബ്രഹ്മനിഷ്ഠ. അപ്പൊ എങ്ങനെയാണ് അഖില ബന്ധരഹിതനാകുന്നത്? ബാധിതത്വ, ബാധിക്കപ്പെടുന്നത് കൊണ്ട്. എന്ത് ബാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് തെറ്റാണെന്ന് മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ട്, മനസ്സിലാവുന്നത് കൊണ്ട്. എന്താണ് തെറ്റാന്ന് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ എന്താണ് ബാധിക്കപ്പെടുന്നത്?
അതാണ് എന്റെ ഇടയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാല് ജീവൻ മുക്ത ലക്ഷണം നമുക്ക് ഓർമ്മ നിൽക്കും. എന്നിട്ട് ഒരു ശ്ലോകം, ഒരു മന്ത്രം കൊടുക്കുകയാണ്. മുണ്ടകോപനിഷത്തിലെ മന്ത്രം: ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഹൃദയഗ്രന്ഥി പിളരുന്നു. ഗ്രന്ഥി എന്ന് പറഞ്ഞാല് കെട്ട് ആണല്ലോ. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചൈതന്യ ചിജ്ജട ഗ്രന്ഥി ഉണ്ട്. ചൈതന്യത്തിന്റെയും ജഡത്വത്തിന്റെയും ഒരു കെട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു കെട്ട് അങ്ങനെ അങ്ങോട്ട് പിളർന്നു. അതായത് ചൈതന്യമല്ല, ചൈതന്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണത്. അപ്പൊ അത് അങ്ങനെ ഒരു കെട്ട് അവിടെയുണ്ട്. അപ്പൊ ആ കെട്ട് ഗ്രന്ഥി അത് പിളരുന്നു, അത് സ്പ്ലിറ്റ് ആവുന്നു. ഛിദ്യന്തേ സർവസംശയാഹ, എല്ലാ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. ക്ഷീയന്തേ കർമാണി, കർമ്മങ്ങൾ ക്ഷയിക്കുന്നു. എപ്പോ? തസ്മിൻ ദൃഷ്ടേ പരാവരെ. എന്താണ് ഈ തസ്മിൻ? പരാവരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരവും അപരവും. പരം എന്ന് പറഞ്ഞാല് പരമായിരിക്കുന്ന, എവിടെ ഉണ്ട്? അതായത് ഞാൻ പറയാം. പരാവരം എന്ന് പറഞ്ഞാൽ ഇവിടെ സർവാത്മകമായ എന്നുള്ള അർത്ഥാണ് കൊടുക്കുന്നത്. പരം എന്ന് പറഞ്ഞാല് കാരണാത്മന അവസ്ഥിതിയുള്ള തത്വമാണ്. അപരം എന്ന് പറഞ്ഞാല് കാര്യാത്മനാ അവസ്ഥിതിയുള്ള തത്വമാണ്. ആ പരാവരങ്ങൾ, പരവും അപരവും, തസ്മിൻ പരാവരേ എന്താണ്? ദൃഷ്ടേ. തസ്മിൻ പരാവരേ ദൃഷ്ടേ എന്നുള്ളതാണ്. അപ്പോ എന്താണ്? കർമാണി ക്ഷീയന്തേ എന്നുള്ളതാണ് അർത്ഥം അവിടെ പറഞ്ഞത്. സാക്ഷാത് അഹമസ്മീതി ദൃഷ്ടേ. തസ്മിൻ പരാവരേ സാക്ഷാത് അഹമസ്മീതി ദൃഷ്ടേ സംസാര കാരണോച്ഛേദാത് ഉച്യതേ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് മുണ്ടകോപനിഷത്തിലെ മന്ത്രാണ്. ഇതാണ്. അപ്പൊ ഇതൊരു ജീവൻ മുക്തന്റെ ജീവൻ മുക്തിയുടെ ഒരു പ്രോസസ്സാണ്. ഇതില് പറയുന്നില്ലെങ്കിലും ജീവൻ മുക്തി, വിദേഹമുക്തി, അങ്ങനെ രണ്ട് മുക്തികളാണ്. രണ്ട് മുക്തി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും രണ്ട് തരത്തിൽ അതിനെ മനസ്സിലാക്കുകയാണ്. രണ്ട് ഘട്ടങ്ങളാണെന്നോ എന്തെങ്കിലും പറയാം. ജീവൻ മുക്തി എന്ന് പറഞ്ഞാല് ജീവിച്ചിരിക്കുമ്പോ തന്നെ, മനസ്സിലാവാൻ വേണ്ടി പറയാണ്, ജീവിച്ചിരിക്കുമ്പോ തന്നെ അനുഭവിക്കുന്ന ഒരു മുക്തിയുടെ അവസ്ഥയാണ് ജീവൻ മുക്തി. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ ദേഹപാതത്തിന് ശേഷം ആ ഒരു നമ്മൾ വീണ്ടും ഒരു ജന്മം ഉണ്ടാവുന്നില്ല, വീണ്ടും ഒരു ശരീരം സ്വീകരിക്കുന്നില്ല. അങ്ങനെ ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്ന ഒരു മുക്തിയാണ് വിദേഹമുക്തി. ജീവൻ മുക്തിയുടെ അവസ്ഥ പറഞ്ഞ മാതിരി പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയായിരിക്കും. ആ ജീവൻ മുക്തി എന്നുള്ള ഒരു സങ്കല്പം അംഗീകരിക്കുമ്പോൾ കുറെ ഗുണങ്ങളുണ്ട്. കാരണം സ്വന്തം അനുഭവിച്ച കാര്യങ്ങളാണ് ബാക്കിയുള്ളവർക്ക് എപ്പോഴും പറഞ്ഞു കൊടുത്താല് അത് ഏറ്റവും ഫലപ്രദമാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു യഥാതഥമായിരിക്കുന്ന ഒരു വ്യവഹാരം ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ജീവൻ മുക്തനെ കാണുക, അല്ലെങ്കിൽ ജീവൻ മുക്തന്റെ വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ജീവൻ മുക്തന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവൻ സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല. ജ്ഞാനത്തിന്റെ ഒക്കെ നാശം വന്നു. പിന്നെ ജീവൻ മുക്തൻ ചെയ്യണതൊക്കെ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പുറമേക്ക് അങ്ങനെയാണ് പറയാം, നമുക്കൊരു വ്യത്യാസം തോന്നും. മറ്റുള്ളവരെ പോലെ തന്നെ പെരുമാറും. അതാണ് ഒരു ജീവൻ മുക്ത എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ഒരു പ്രാധാന്യം. എന്നിട്ട് വീണ്ടും ജീവൻ മുക്തനെ കുറിച്ച് പറയും. അയം തു വ്യുത്ഥാന സമയേ മാംസശോണിത മൂത്രപുരീഷാദിഭാജനേന ശരീരേണ ആന്ധ്യ മാന്ദ്യ അപടുത്വാദിഭാജനേന ഇന്ദ്രിയഗ്രാമേണ അശനാപിപാസാ ശോകമോഹാദിഭാജനേന അന്തഃകരണേന ച പൂർവവാസനയാ ക്രിയമാണാനി കർമാണി ഭുജ്യമാനാനി
ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനി ച പശ്യന്നപി ബാധിതത്വാത് പരമാർത്ഥതോ ന പശ്യതി. ഈ ശരീരമുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, അന്ധക്കരണമുണ്ട്. ഈ എല്ലാ കരണങ്ങളെ കൊണ്ടും പൂർവപൂർവ വാസന, ഞാൻ അതിന്റെ വിശേഷണങ്ങളുടെ ഒന്നും അർത്ഥം പറയുന്നില്ല, അത് ക്ലിയർ ആണ്. ഈ എല്ലാ കരണങ്ങളെ കൊണ്ടും പൂർവപൂർവ വാസനയാ ജീവിച്ചു പോന്നപ്പോ ഓരോരോ കർമ്മങ്ങളിൽ നിന്ന് അതിന്റെ ഫലമായിട്ട് ഉണ്ടായ വാസന കൊണ്ട് വീണ്ടും കർമ്മങ്ങൾ ചെയ്യും. ക്രിയമാണാനി കർമാണി ഭുജ്യമാനാനി, അതിനെ അനുഭവിക്കും. ജ്ഞാന അവിരുദ്ധ ആരബ്ധ ഫലാനിച്ച, നേരത്തെ പറഞ്ഞ പോലെ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് പശ്യന്നപി, അതിനെ എല്ലാത്തിനെയും കാണുന്നു, അല്ലെങ്കിൽ അതിനെ എല്ലാത്തിനെയും അനുഭവിക്കുന്നു. എങ്കിലും ബാധിതത്വം, അവയൊക്കെ ബാധിതങ്ങളായതുകൊണ്ട്, അവയൊക്കെ ബാധിതങ്ങളാണെന്ന് ഇദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് പരമാർത്ഥത എന്ന പശ്യതി, അത് പരമാർത്ഥമാണ് എന്നുള്ള രീതിയിലല്ല അതിലൊന്നും വ്യവഹരിക്കുന്നത്. അതിന്റെ ഒരു മിഥ്യാത്വം, അതിന്റെ ഒരു അനിത്യത്വം അറിഞ്ഞുകൊണ്ടാണ് അതില് വ്യവഹരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാണ്, യഥാ ഇന്ദ്രജാലമിതി ജ്ഞാനവാൻ തത് ഇന്ദ്രജാലം പശ്യന്നപി പരമാർത്ഥം ഇതം ഇതി ന പശ്യതി. അല്ലെ, ഇന്ദ്രജാലം കാണുന്ന ഒരാള് കാണുന്നു, അതിൽ എന്താ പറയാ, അതിന്റെ അനുബന്ധങ്ങളായിട്ടുള്ള വികാരങ്ങൾ, അല്ലെ, സന്തോഷവും അത്ഭുതവും എല്ലാം ഉണ്ടാവുന്നു, പക്ഷെ പരമാർത്ഥം അല്ല എന്ന് അറിയാം. ആ രീതിയിലാണ് ഒരു ജീവൻ മുക്തൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. സചക്ഷുരചക്ഷുരിവ സകർണോ അകർണ ഇവ, ഓരോ ഇന്ദ്രിയങ്ങളും ഉണ്ട്, പക്ഷെ അതില്ലാത്തതുപോലെ. ഇത് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയുണ്ട്, വാസ്തവത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഒരു പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീരാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അല്ലാതെ ഒരു ഫലാഭിസന്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന രീതിയിലല്ല ജീവൻ മുക്തന്റെ വ്യവഹാരം എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്, ഒരു ഉപദേശ സഹസ്രി, ശങ്കരാചാര്യരുടെ ഉപദേശ സഹസ്രിയിൽ നിന്നുള്ള ഒരു ശ്ലോകം. അതായത് ഉപദേശ സഹസ്രിക്ക് ഗദ്യഭാഗം ഉണ്ട്, പദ്യഭാഗം, ഗദ്യപ്രബന്ധവും പദ്യപ്രബന്ധവും ഉണ്ട്. ഇത് പദ്യപ്രബന്ധത്തിൽ നിന്നുള്ള ഒരു ശ്ലോകം. സുഷുപ്തവത് ജാഗ്രതി യോ ന പശ്യതി ദ്വയം ച പശ്യന്നപി ച അദ്വയത്വതഃ തഥാ ച കുർവന്നപി നിഷ്ക്രിയശ്ച യഃ സ ആത്മവിദ് നാന്യ ഇതീഹ നിശ്ചയഃ ആണ്. സുഷുപ്തവത് ജാഗ്രതി യോ ന പശ്യതി. സുഷുപ്തിയില് നമ്മളൊന്നും അറിയില്ല, ഒന്നും ഒന്നും അനുഭവിക്കൊന്നുമില്ല, അന്ധകരണവും ഇന്ദ്രിയങ്ങളും ഒന്നും പ്രവർത്തിക്കില്ല. അതുപോലെ തന്നെയാണ് ജാഗ്രതത്തിലും ഈ ജീവൻ മുക്തൻ ചെയ്യാന്ന്. അതായത് പുറമേക്ക് എല്ലാം ചെയ്യുന്നത് പോലെ തോന്നുമെങ്കിലും ആ സുഷുപ്തിയിലേതുപോലെ ഒരു നിശ്ചല അവസ്ഥയിലാണ് അന്ധകരണം ഉണ്ടാവുക അദ്ദേഹത്തിന്. യോന പശ്യതി ദ്വയം ച പശ്യന്നപി, രണ്ടിനെ കാണുകയാണെന്നുണ്ടെങ്കിലും അദ്വയത്വത, ഏകമായിട്ട് തന്നെ കാണുള്ളൂ. നാനാത്വത്തിൽ ഇടപെടുന്നു, വൈവിധ്യത്തിൽ ഇടപെടുന്നു, അതിനനുസരിച്ച് വ്യവഹരിക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ അതിനെ കാണുന്നത് ഏകമായിട്ടാണ്, അദ്വയ ആയിട്ടാണ് അതിനെ കാണുക. തഥാച കുർവന്നപി നിഷ്ക്രിയശ്ചയഃ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നിഷ്ക്രിയനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പോ ചെയ്യാന്ന് പറയുമ്പോ നമ്മുടെ ഒരു വ്യാവഹാരികമായ രീതിയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രത്യേക ഫലം ഉദ്ദേശിച്ച് അല്ലെ പ്രത്യേക രീതിയിൽ അതിന്റെ ഒരു കർത്താവ്, അതിന്റെ ഒരു ഫലം, അതിന്റെ എല്ലാം ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചെയ്യുക എന്ന് പറയാം. പക്ഷെ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സാധിക്കാനില്ല, കൃതകൃത്യനാണ്, ഫലവുമൊന്നും നേടാനില്ല, തൃപ്തനായിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ചെയ്യുമെങ്കിലും നല്ലതാണ്. അങ്ങനെയുള്ള ഒരാളാണ് സ ആത്മവിദ്, ജ്ഞാനി, ആത്മാവിനെ അറിഞ്ഞവൻ. അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ മറ്റൊരാളല്ല. ഇതീഹ നിശ്ചയ എന്ന് ശങ്കരാചാര്യരുടെ ഉപദേശ സഹസ്രിയിലുള്ള ഒരു പദ്യാണ്, ശ്ലോകാണിത്.
ജീവൻ മുക്തനെ കുറിച്ചുള്ള ഒരു ശ്ലോകമാണ്. എന്നിട്ട് വീണ്ടും നമുക്കപ്പൊ ജീവൻ മുക്തനെ കുറിച്ചൊക്കെ പല സംശയങ്ങൾ വരാം. ഇതാണ് നോക്കൂ, ജീവൻ മുക്തന്റെ വ്യവഹാരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംശയങ്ങൾ വരാം. അസ്യ ജ്ഞാന എന്ത് അങ്ങനെ തീർത്തും ഒരു ഉദ്ദേശവും ഇല്ലെങ്കിൽ, ഒരു ആഗ്രഹവും ഇല്ലെങ്കിൽ, ഒരു പ്രയോജനവും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് കർമ്മങ്ങളിൽ മുഴുക എന്നുള്ളതാണ്. അപ്പൊ അസ്യ ജ്ഞാനാത് പൂർവം വിദ്യമാനാനാമേവ ആഹാര വിഹാരാദീനാം അനുവൃത്തിവത് ശുഭവാസനാനാമേവ അനുവൃത്തിർഭവതി ശുഭാശുഭയോ ഔദാസീന്യം വ. അതായത് ജീവൻ മുക്തിയിലേക്ക് എത്തിച്ചേരുക സാധനകളിൽ ഒക്കെ ഉള്ള സാധനകളും സമാധി പോലെയുള്ള അവസ്ഥകളിലും ഒക്കെ കൂടിയാണ്, അതിലൂടെയാണ് ജീവൻ മുക്തി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ആ സാധനകളുടെ ഒരു സംസ്കാരം അതിനനുഗുണമായിട്ടുള്ള പ്രവൃത്തിയിൽ തന്നെ അദ്ദേഹം ജീവൻ മുക്തൻ മുഴുകും എന്ന ആ ഒരു സംസ്കാരം തുടരുന്നത് കൊണ്ട്. അപ്പൊ ജ്ഞാന പൂർവം വിദ്യമാനാനാമേവ ആഹാര വിഹാരാദീനാം അനുവൃത്തി അങ്ങനെ തന്നെ ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോ ശുഭവാസനാനാമേവ അനുവൃത്തി, അതിൽ ശുഭ ആയിട്ടുള്ള കാര്യങ്ങള് വാസനകളുടെ അനുവൃത്തി ഉണ്ടാവും. അല്ലെങ്കിൽ ശുഭാശുഭയോഹോ ഔദാസീന്യം വ, ഇന്നതും ശുഭമാണ് അതിനുവേണ്ടി ഇന്നത് ചെയ്യണം, ഇന്നത് അശുഭമാണ് അത് ചെയ്യരുത് എന്നുള്ള ഒരു നിർമ്മമത, അല്ലെങ്കിൽ അതൊരു നിസ്സംഗത, അങ്ങനെ ഒരു ഉദാസീന മനോഭാവവും ചിലപ്പോ കാണാം എന്ന് പറയുകയാണ്. എന്നിട്ട് ഐഷ്കർമ്മ്യ സിദ്ധിയിലുള്ള ഒരു ശ്ലോകമാണ് കൊടുക്കുന്നത്. ബുദ്ധാദ്വൈത സതത്വസ്യ യഥേഷ്ടാചരണം യതി ശുനാം തത്വദൃശാം ചൈവ കോ ഭേദോ അശുചി ഭക്ഷണേ. ചിലപ്പോ അങ്ങനെയും ചെയ്യും അല്ലെ, ഒരു വ്യത്യാസവും ഇല്ലാതെ നാരായണീയത്തിലൊക്കെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു വ്യാവഹാരിക ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഒന്നിലും ശുഭാശുഭങ്ങളോ സുഖദുഃഖങ്ങളോ എന്താണ് ശ്രദ്ധയോ ഇല്ലാതെ ഒരു ഔദാസീന്യ മനോഭാവത്തോടു കൂടി വർത്തിക്കും. അതാണ് പറയുന്നത്. ബ്രഹ്മവിത്വം തഥാ മുക്ത്വ സ ആത്മജ്ഞോ ചേതരഹ എന്ന് വീണ്ടും അത് ഉപദേശ സഹസ്രയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ വേദാന്ത സാരത്തില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണത്. അത് ശങ്കരാചാര്യരുടെ ഉപദേശ സഹസ്രയിലൊക്കെ എടുത്ത് പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയണതാണ്. തദാനീം, അങ്ങനെ ഇരിക്കുമ്പോ ജീവൻ മുക്തന് അമാനിത്വാദീനി ജ്ഞാനസാധനാനി അദ്വേഷ്ടൃത്വാദയ സദ്ഗുണാശ്ച അലങ്കാരവത് അനുവർത്തന്തേ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മുൻപ് ഉപദേശ സഹസ്രിയെ കുറിച്ച് പരാമർശിച്ച ഒരു ക്ലാസ്സില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരു ശിഷ്യന് സംശയങ്ങള് തീർത്തു കൊടുക്കുമ്പോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗുരുവിന് മനസ്സിലായിട്ട് ഊഹിച്ചിട്ട് എന്തുകൊണ്ട് മനസ്സിലായില്ല, അഗ്രഹണ കാരണത്തിനെ അകറ്റിയിട്ട് ഈ ജ്ഞാനസാധനങ്ങള് അമാനിത്വാദീനി ജ്ഞാനസാധനാനി, അമാനിത്വം മുതലായ ജ്ഞാനസാധനങ്ങള് ഉപദേശിച്ചു കൊടുക്കണം എന്ന് അതില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെന്താണ് ഈ അമാനിത്വം? അത് ഭഗവത്ഗീതയിലുള്ളതാണ്. അതിനെ ജ്ഞാനസാധനങ്ങളായിട്ടാണ് ശങ്കരാചാര്യര് പറയുന്നത്. അതായത് നമുക്ക് ഒരു പുതിയ അറിവ്, അമാനിത്വം എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ലാതിരിക്കുക, ഏറ്റവും പ്രാഥമികമായ അർത്ഥം. നമുക്ക് ഒരു പുതിയ അറിവ് വേണം, അല്ലെങ്കിൽ അറിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വേണ്ടത്, നമുക്കെല്ലാം അറിയാം, എനിക്കിനി ഒന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഭാവം ഇല്ലാതിരിക്കുകയാണല്ലോ. എവിടെ നിന്നും അറിവ് കിട്ടാം, ആരിൽ നിന്നും അറിവ് കിട്ടാം, ഏത് സമയത്തും അറിവ് കിട്ടാം, അങ്ങനെയുള്ള ഒരു തുറസ് ആവശ്യമാണ് പുതിയ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് ഈ ഭഗവത്ഗീതയില് പറയുന്ന ഭാഗം
അമാനിത്വം ജ്ഞാന സാധനങ്ങൾ ഗുരുവിന് ഇതൊക്കെ ശിഷ്യന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാവുക, ഇതൊക്കെ ജ്ഞാന സാധനങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് ശങ്കരാചാര്യർ പറയണത്. ഭഗവത്ഗീതയില് 13-ാമത്തെ അധ്യായത്തില് 7ാമത് തുടങ്ങുന്ന ശ്ലോകങ്ങളാണ് അമാനിത്വം, അദംഭിത്വം. നിങ്ങൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചാൽ മതി. അഹിംസ, ശാന്തിരാർജവം, ആചാര്യ ഉപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെഡഗോജിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാര ഏവജ, അങ്ങനെ പോകുന്നു. കുറെ നല്ല നല്ല എന്താ പറയാ, നല്ല ഒരു മാനസിക ഭാവങ്ങളെ ഉപദേശിക്കുന്ന, അത് ഞാൻ പറഞ്ഞ വേദാന്തത്തിന്റെ കോണ്ടെക്സ്റ്റിലും മനസ്സിലാക്കാൻ തീർച്ചയായിട്ട്. അതല്ലാതെ നമുക്കൊരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാക്കി തരാനും ഇതൊക്കെ ഉപകരിക്കും. അപ്പൊ അതാണ്. അപ്പൊ അമാനിത്വാദീനി ജ്ഞാന സാധനാനി, അമാനിത്വം മുതലായവയെ ജ്ഞാന സാധനങ്ങളായിട്ടാണ് ശങ്കരാചാര്യര് ഉപദേശ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നു. ഇനി അദ്വേഷ്ടൃത്വാദയ സദ്ഗുണാശ, ചില സദ്ഗുണങ്ങള്, അതില് ഈ ഭക്തന്റെ ലക്ഷണം പറയുമ്പോ ഭക്തലക്ഷണം പറയുന്ന ഒരു ഭാഗമുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖക്ഷമി എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളുണ്ട് 12-ാം അധ്യായത്തില്. അപ്പോ അത് സദ്ഗുണ, അദ്വേഷ്ട, അതിന്റെ അർത്ഥം അദ്വേഷ്ട സർവഭൂതാനാം, ആരോടും ഒരു ജീവജാലത്തിനോടും ദേഷ്യപ്പെടാതെ, മൈത്രഹ കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖ ക്ഷമിയേല, നല്ല നല്ല തർജ്ജമകളൊക്കെ ഉണ്ട് മലയാളത്തിൽ. അപ്പൊ അദ്വേഷ്ടൃത്വാദയ സദ്ഗുണാശ. അപ്പൊ ഇതൊക്കെ ഈ ജീവൻ മുക്തനില്, ഇനി ജീവൻ മുക്തന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ സാധനകളാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ ഒരു വാസന കൊണ്ട്, ആ സംസ്കാരം കൊണ്ട് ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ ആയിരിക്കും ജീവൻ മുക്തൻ അനുശീലിക്കുക. അപ്പൊ ഇതൊക്കെ അലങ്കാരവത് അനുവർത്തന്റെ ആവശ്യമില്ല. എന്നാലും അലങ്കാരങ്ങൾ പോലെ ജീവൻ മുക്തനില് ഈ ഗുണങ്ങളും ജ്ഞാനസാധനങ്ങളും ഒക്കെ ഉണ്ടാവും. തദുക്തം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം, അത് നൈഷ്കർമ്മ്യ സിദ്ധിയിലെ ശ്ലോകാണ്. ഉത്പന്നാത്മാവബോധസ്യ ഹി അദ്വേഷ്ടൃത്വാദയോ ഗുണാഹ അയത്നതോ ഭവന്ത്യസ്യ നതു സാധനരൂപിണഃ. സാധനകൾ എന്നുള്ള നിലയ്ക്കല്ല, അലങ്കാരമായിട്ട് തന്നെ ഗുണങ്ങൾ ജീവൻ മുക്തനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് അവസാനിക്കുകയാണ്. കിം ബഹുന അയം ദേഹയാത്രാ മാത്രാർത്ഥം, അല്ലെ, ദേഹം മുന്നോട്ട് പോകണ അത്രയേ ഉള്ളൂ. ദേഹയാത്രാ മാത്രാർത്ഥം ഇച്ഛാ അനിച്ഛാ പരേച്ഛാ പ്രാപിതാനി സുഖ ദുഃഖ ലക്ഷണാനി ആരബ്ധ ഫലാനി, ഇതെല്ലാം പറഞ്ഞതാണല്ലോ. ആരബ്ധ ഫലാനി അനുഭവൻ അന്ധകരണ ആഭാസാദീനാം അവഭാസകഃ സൻ തദവസാനെ പ്രത്യഗാനന്ദ പരബ്രഹ്മണി പ്രാണേ ലീനെ സത്യജ്ഞാന തത്കാര്യ സംസ്കാരാണാമപി വിനാശാത് പരമ കൈവല്യം ആനന്ദൈകരസം അഖില ഭേദ പ്രതിഭാസരഹിതം അഖണ്ഡം ബ്രഹ്മ അവതിഷ്ഠതേ. ആ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നു. ഓരോ ഭാഗത്തിനും വ്യാഖ്യാനം വളരെ വ്യക്തമായിട്ട് സുബോധിനിയിലും വിദ്വൻ മനോരഞ്ജനിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഇതുവരെ പറഞ്ഞ ആശയങ്ങളൊക്കെ തന്നെയാണ്. എന്നിട്ട് തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി, അങ്ങനെ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രാണൻ മറ്റൊരു ശരീരത്തിലേക്ക് വിട്ടുപോവില്ല. ബ്രഹ്മത്തിൽ ഒരിക്കൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോവില്ല. അത്രൈവ സമവലീയന്റെ, ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. വിമുക്തശ്ച വിമുച്യത്തെ ഇത്യാദി പല പല ശ്രുതികളിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ് ബൃഹദാരണ്യക ശ്രുതി.
പിന്നെ കഠോപനിഷത്ത്, വിമുക്തശ്ച വിമുച്യതേ. അപ്പൊ ഇതെല്ലാം നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ജീവൻ മുക്തന്റെ അവസ്ഥ. ജീവൻ മുക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാല് പിന്നെ മറ്റൊരു ഒരു ശരീര സ്വീകാരം അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വേദാന്ത സാരം അവസാനിക്കുകയാണ്. അപ്പൊ ജീവൻ മുക്തനിൽ തുടങ്ങിയപ്പോ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? അനുബന്ധ ചതുഷ്ടയം അധ്യാരോപാപവാദ ന്യായത്തിൽ നിന്ന് തുടങ്ങി ജീവൻ മുക്തനിൽ അവസാനിക്കുന്ന അതിന്റെ ഒരു സീക്വൻസ് പ്രധാനമാണ്. അത് കൃത്യമാണ്. നമുക്കത് ഓർമ്മിച്ച ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. ആ രീതിയിലാണുള്ളത്. പക്ഷെ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. വേദാന്തത്തിന്റെ എല്ലാ കൺസെപ്റ്റുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പിന്നെ ഒരുപാട് വേദാന്ത സാരം 16-ാം നൂറ്റാണ്ടിലെ കൃതിയായതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള ശങ്കരാചാര്യ ഉപനിഷത്തുകൾ മുതല് അതുവരെയുള്ള മിക്കവാറും എല്ലാ കൃതികളിൽ നിന്നും ഉള്ള ഭാഗങ്ങളൊക്കെ ഇതിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ വേദാന്തത്തിന്റെ തന്നെ നല്ല ഒരു വലിയ തലത്തില് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കൃതിയാണ് വേദാന്ത സാരം. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് വേദാന്തത്തിൽ നിന്ന് പല പല ശാസ്ത്രങ്ങളിലേക്ക് പോവാനും നമുക്ക് സഹായമാണ്, പല പല ഗ്രന്ഥങ്ങളിലേക്ക് പോവാനും നമുക്ക് സഹായമാണ്. ഞാൻ ഇത്രയാണ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി. പിന്നെ വേദാന്ത സാരം ഞാൻ പണ്ട് പഠിപ്പിച്ചതാണ്. ജോലി കിട്ടിയ സമയത്തൊക്കെ തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രത്തിലൊക്കെ പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വേദാന്ത സാരം പൂർണ്ണമായിട്ട് പിന്നെ പല പല ആവശ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുക എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വേദാന്ത സാരം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ പറ്റിയതില് അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ പറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ സംവാദ ഭൂമികയോടുള്ള നന്ദി, ഇത് കേട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഇന്നിപ്പോ ഇതിൽ മീറ്റിൽ പങ്കെടുക്കുന്നവര് വളരെ കുറച്ചാണ്. അതെ, കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നു. അത് സാരല്ല, നമുക്ക് യൂട്യൂബില് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് ആരെങ്കിലും വല്ല സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ മൊത്തത്തില് ഇപ്പോ ടെക്സ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ എന്താണോ ടീച്ചറോട് ആവശ്യപ്പെട്ടത് ആ ടീച്ചർ ഭംഗിയായിട്ട് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ക്ലാസ്സുകളെ കുറിച്ച് വല്ല അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ പറയാം, അതിനുള്ള അവസരമുണ്ട്. അതിന് തുടർന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഒരു സംശയം എന്തോ കാണണ്ടല്ലോ, ഗ്രന്ഥി ഒന്നുകൂടെ പറഞ്ഞു തരുമോ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? വിദ്യതേ ഹൃദയ ഗ്രന്ഥി എന്നുള്ളിടത്താണ് അല്ലെ? ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ ശരിക്കും ഈ ഒരു ചിതാഭാസം, ചൈതന്യത്തിന്റെ ഒരു റിഫ്ലക്ഷൻ അന്ധകരണത്തിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ജ്ഞാനം ഉണ്ടാകുന്നത്, അവിടെ ഒരു പ്രവൃത്തി സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായി അതിനെ വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. എന്താണ് അതിലെ ജഡമായിരിക്കുന്ന ഒരു പാർട്ട്, എന്താണ് അതിൽ ചൈതന്യത്തിന്റെ പാർട്ട്, അതെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, ആ ഒരു റിഫ്ലക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ഒരു കെട്ട്. അപ്പൊ കെട്ട് അഴിച്ചു നോക്കേണ്ടതുണ്ട്. കെട്ട് അഴിച്ചു നോക്കിയാലാണ് അതിൽ ഏത് പാർട്ടാണ് നിത്യവും അല്ലെങ്കിൽ ഏത് പാർട്ടാണ് നിത്യവും ഒക്കെ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഏതാണ് യഥാർത്ഥമായിട്ടുള്ളത്, ഏതാണ് അയഥാർത്ഥമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ കെട്ടഴിച്ചു നോക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ല, ഇപ്പൊ ടീച്ചർ അവിടെ ഗ്രന്ഥി എന്നുള്ള പദം ലാക്ഷണികയാണല്ലോ, അതെങ്ങനെയാ ഗ്രന്ഥി എന്നുള്ളത് എങ്ങനെയാ ഇവിടെ ശരിയാവുക? സാധാരണ ഇപ്പൊ കെട്ട് പിണഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചെടുത്താൽ അതിന് ഒരു സുഖം ഉണ്ടാവും, കെട്ട് പിണഞ്ഞാലും മാറി. ഇവിടെ എന്താണ് അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ജഡമായിരിക്കുന്നതും ജഡവും ചിത്തും തമ്മിലുള്ളതാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ ചിതാഭാസമാണ്. ആ ചിതാഭാസവും ഒരു അന്ധക്കരണം എന്ന് പറഞ്ഞാൽ ഒരു ജഡമാണ്. ജഡമായിരിക്കുന്ന അന്ധക്കരണവും
അതിന് പ്രമാതാവാവണം എന്നുണ്ടെങ്കിൽ ചിതാഭാസം അതില് അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിന്റെ ഒരംശം അതില് പ്രതിഫലിക്കണം. അപ്പൊ ഇത് രണ്ടും തമ്മിലാണ് അവിടെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്താലാണ് നമുക്ക് അതിന്റെ ഒരു ഒന്ന് അയഥാർത്ഥമാണോ എന്നാണ് പറയുന്നത്. അപ്പൊ ജഡത്തെ ജഡമായിട്ട് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതെ അതെ അതെ, ജഡത്തെ ജഡമായിട്ടും എന്താണ് പറയാ, ചിത്തിനെ ചിത്തായിട്ടും തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഈ ജഡമായ അന്ധകരണം ഇല്ലാതെ പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അല്ലല്ല, അത് അപ്പൊ ഒരു പക്ഷെ നമ്മൾ അത് അറിയുമ്പോ അല്ല, അത് ഓരോ കാര്യങ്ങളും നമ്മൾ അറിയും, ആ സമയത്തല്ല അറിയാം. പക്ഷേ അത് പല ഈ സാധനകളുടെയൊക്കെ ഫലമായിട്ട് പിന്നീട് ആ ഒരു ജീവൻ മുക്തന്റെ അവസ്ഥയിലാണ് തിരിച്ചറിയുള്ളൂ. അപ്പോഴാണല്ലോ വിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്നു. ഇപ്പൊ നമുക്കത് അറിയില്ല. പക്ഷേ ഈ ഒരു സാധനകളെ തുടർന്ന് സമാധികളെയൊക്കെ തുടർന്ന് വികല്പകവും നിർവികല്പകവും ഒക്കെയായ സമാധിയിലെത്തിയതിനു ശേഷം ജീവൻ മുക്തനാവുമ്പോഴാണ് ഈ ഒരു ഗ്രന്ഥി വിഭേദനം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് അല്ല, കുറച്ചും കൂടി നോക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒന്നേ കാണാനുള്ളൂ. അത് ഈ പറഞ്ഞതുപോലെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഇതിൽ കാണുന്നില്ല. ആയിക്കോട്ടെ. ആർക്കെങ്കിലും പല അഭിപ്രായങ്ങളോ വല്ല നിരീക്ഷണങ്ങളോ പറയാനുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞാൽ രണ്ടുപേരെയാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞാൽ എനിക്കായിരിക്കും ഒരു പക്ഷേ ഗുണം എന്ന് എനിക്ക് തോന്നാണ്. കാരണം ഇങ്ങനെയാണ് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ വേദാന്തം തന്നെ പഠിക്കുന്ന കുട്ടികളല്ല, പല പല കാര്യങ്ങള് PhD അല്ലെങ്കിൽ ടീച്ചർമാരോ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കായിരിക്കും കുറച്ച് ഗുണം ഉണ്ടാവുക, എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ. എന്നാൽ ആരൊന്നും പറയാത്തോണ്ട് ഞാന് പറയാം. അതായത് ഞാൻ ഇന്നത്തെ കോർഡിനേറ്റർ എന്ന നിലയ്ക്കും ഒരു പാർട്ടിസിപ്പന്റ് എന്ന നിലയ്ക്കും ടീച്ചറുടെ ക്ലാസ് വളരെ ഉപകാരകം തന്നെയാണ്. അത് 2-3 തരത്തിലാണ്. ഒന്ന്, പ്രായോഗികമായിട്ട് ക്ലാസ് ഒരു ടെക്സ്റ്റ് തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ തിയറിറ്റിക്കലായിട്ട് നമ്മൾ അകത്തേക്ക് പോയി ടെക്നിക്കൽ നുവാൻസസ് മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ടെക്സ്റ്റിന് മുഴുവൻ ഒരു ഇത് കിട്ടില്ല, ഒരു സമഷ്ടിയായിട്ട് ഒരു രൂപം കിട്ടില്ല. അത് വളരെ പ്രായോഗികമായിട്ട് തന്നെ ടീച്ചർ തീർത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം ഈ ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങള് ഗ്രന്ഥപംക്തി, അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് പംക്തി വായിക്കാതെ തന്നെ അതിലെ കാര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് അഴിച്ചെടുത്ത് കാണിച്ചു തന്നു എന്നുള്ളത് ഒരു വളരെ നല്ലൊരു കാര്യം. അങ്ങനെ ചെയ്യുമ്പോഴും ടീച്ചർ ചെയ്ത വേറൊരു കാര്യം കുട്ടികൾക്ക് മിക്കവാറും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെന്നല്ല, ആരാണോ ക്ലാസ് കേൾക്കുന്നത്, ആരാണോ അപ്പുറത്തിരിക്കുന്നവർക്ക്, അതായത് സാമ്പ്രദായികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒതുങ്ങി നിൽക്കാതെ ഈ ഗ്രന്ഥങ്ങളെ എങ്ങനെയാണ്, ഒരു ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കണം, മറ്റു ഗ്രന്ഥങ്ങളുമായിട്ട് ചേർത്ത് വച്ച് എങ്ങനെ വായിക്കണം, ഗ്രന്ഥത്തിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ട ഒരു രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചർ പല സ്ഥലത്തും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പല സ്ഥലത്തും അത് പ്രയോഗിച്ച് ഒരു സോദാഹരണം കാണിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്തത് വളരെ 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 ഉപകാരകമാണ്. സാധാരണ ഇത് വളരെ സാമ്പ്രദായികമായിട്ട് ഉള്ള വീക്ഷണം മാത്രമുള്ളവർക്ക് ഇത് സാധ്യമാവില്ല. അപ്പൊ ഇത് രണ്ടും കൂടി കാണിച്ചത് വളരെ നന്നായി. പക്ഷെ ഞങ്ങൾ തന്നെ വെച്ച ഒരു ഉപാധി അത് ഞങ്ങൾക്ക് തന്നെ കുറച്ച് ദോഷം ചെയ്തു എന്ന് പറയേണ്ടി വരും. അതായത് വളരെ പ്രായോഗികമായിട്ട് ഇത്ര ക്ലാസ്സുകളിൽ ടീച്ചർ ഈ ടെക്സ്റ്റ് തീർത്തു തരിക, അതില് കാര്യങ്ങൾ അഴിച്ചു തരിക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പൊ ടീച്ചറുടെ ഒരു സമീപന രീതിയിൽ കുറച്ചുകൂടി ടീച്ചർക്ക് സ്വാതന്ത്ര്യം തന്നിരുന്നെങ്കിൽ, കുറച്ചുകൂടി സമയമെടുക്കാൻ അവകാശം തന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ പ്രായോഗികമായിട്ട് മുഴുവൻ ഒരു സമഗ്രമായ ദൃഷ്ടി, സമഗ്രമായിട്ടുള്ള ഒരു സ്വരൂപം, സാമാന്യ സ്വരൂപം മനസ്സിലാക്കാൻ ഇത് ഏറെ സഹായിക്കും. പിന്നെ ഈ
ടീച്ചർ പറഞ്ഞ ഈ സമീപന രീതികൾ ശരിക്കും അവലംബിച്ച് മുന്നോട്ട് ആർക്കും അന്വേഷിച്ച് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് പലതരത്തിലും പല നിലയ്ക്കും വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല ടീച്ചർ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പല തട്ടിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. കാരണം വേദാന്ത ശാസ്ത്രം അറിഞ്ഞിട്ടോ വേദാന്തം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ പകുതി അറിഞ്ഞ് മനസ്സിലാവാതെയോ അല്ലാതെ ഇതിന് പുറത്തുള്ള ആളുകളുടെയും അകത്തുള്ള ആളുകളുടെയും ഉള്ള ചോദ്യങ്ങളും നിരീക്ഷണങ്ങളൊക്കെ വന്നപ്പോൾ ടീച്ചർ അത് വളരെ പാകതയോടുകൂടി ക്ഷമയോടുകൂടി അത് വേണ്ട തരത്തിൽ തന്നെ വിശദീകരിച്ച് ഏറെക്കുറെ തൃപ്തികരമായ രീതിയിൽ തന്നെ ഈ ചോദ്യകർത്താവിന് സമാധാനം കിട്ടുന്ന രീതിയിൽ പറഞ്ഞു പോയതും വളരെ നന്നായി. അപ്പോ ഞങ്ങൾ എന്താണോ ആവശ്യപ്പെട്ടത് ടീച്ചർ വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു തന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. മാത്രമല്ല അത് എല്ലാ ക്ലാസ്സുകളും ചില ക്ലാസ്സുകളിൽ മീറ്റില് ഫിസിക്കലായിട്ട് പ്രസന്റ് ആയിരുന്ന അല്ല വെർച്വലായിട്ട് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ വെർച്വലായിട്ട് പ്രസന്റ് ആയിരുന്ന ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ഇത് യൂട്യൂബില് ലൈവ് ഉണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾക്ക് ഇനിയും ഉപകാരപ്പെടും. ഇനിയും ഇപ്പൊ ഈ നോക്കിയിട്ടില്ലെങ്കിലും ഇനിയും കുട്ടികളും വിദ്യാർത്ഥികളും അറിയേണ്ടി വരും നോക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ടീച്ചറോട് ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു, നന്ദി പറയുന്നില്ല, നന്ദിയിൽ ഒതുക്കുന്നില്ല. കാരണം ടീച്ചറുടെ വിലപ്പെട്ട സമയം ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്ലാസ് വളരെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ആണെങ്കിലും അതിനെ വളരെ ലളിതമായിട്ട് നമുക്ക് സംവേദനം ചെയ്യണമെങ്കിൽ മുന്നൊരുക്കം വേണം. എത്ര ക്ലാസ് എടുത്ത ഒരാളാണെങ്കിലും അതിനൊരു മുന്നൊരുക്കം വേണം. അതിന് കുറേയധികം സമയം ടീച്ചർ ചെലവഴിച്ചിട്ടുണ്ടാവും. എന്നാലേ ഈ വളരെ നിഗൂഢമായിട്ടും പ്രൗഢമായിട്ടും പറയാൻ വലിയ ബുദ്ധിമുട്ടില്ല, ലളിതമായിട്ടും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ നല്ലപോലെ മുന്നൊരുക്കത്തോടു കൂടി വന്നാലേ അത് കഴിയുള്ളൂ. അത് ടീച്ചർ അത് ചെയ്തിട്ടുണ്ടാവും, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മീറ്റിൽ പങ്കെടുത്ത ഇതുവരെയുള്ള ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്ത സംശയങ്ങളെല്ലാം ചോദിച്ച ഇടപെട്ട എല്ലാവർക്കും നന്ദി, ടീച്ചർക്ക് നന്ദി. നമുക്ക് നിർത്താൻ തോന്നുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി ആർക്കെങ്കിലും വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ അവകാശമുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. 1-2 മിനിറ്റ് നോക്കാം നമുക്ക്. 1-2 മിനിറ്റ് പറയൂ. രണ്ടുപേരെയാണ് കാണുന്നത്, എന്തെങ്കിലും പറയൂ. മേഖല. അതെ, ടീച്ചർ പറയാൻ വരികയായിരുന്നു. ടീച്ചറോട് ഇപ്പൊ ഒഫീഷ്യലി നമ്മൾ നന്ദി പറഞ്ഞു, എങ്കിലും പേഴ്സണലി നമ്മൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കാരണം ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിഗ്രിക്കൊക്കെ പഠിച്ചതാണ് വേദാന്ത സാരം എന്നുള്ള ടെക്സ്റ്റ്. അതിനുശേഷം വേദാന്ത പരിഭാഷ എന്നുള്ളത് സിലബസ് ബേസ് ചെയ്താണ് പഠിച്ചത്. എങ്കിലും പിന്നീട് അത് വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പല പല വാക്കുകളിലും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എത്ര വ്യാഖ്യാനങ്ങൾ വെച്ച് വായിക്കുമ്പോഴും നമുക്കത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ ടീച്ചറുടെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം അത് ആ ഒരു സംശയം മാറി തന്നെ പറയാം. പിന്നെ ആ ഒരു ധൈര്യം കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പോ ഇതിലേക്ക് നീണ്ട ക്ലാസ്സുകൾ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ എടുത്തു തന്നതിന് ടീച്ചറോട് ഒരു പ്രത്യേകം വ്യക്തിപരമായ ഒരു നന്ദിയും കൂടെ അറിയിക്കുന്നു. ടീച്ചർ വളരെയധികം നന്ദി. പിന്നെ സദാനന്ദന്റെ വേദാന്ത സാരം എന്നുള്ള ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു പുതിയൊരു പരിഭാഷയും കൂടെ ടീച്ചർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് നമ്മൾ ഫോളോ ചെയ്തിരുന്നുണ്ടായിരുന്നില്ല ആ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ. അപ്പൊ അതും കൂടെ വെച്ചുകൊണ്ട് ഈ ക്ലാസ്സുകളും വെച്ചുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് കഴിയും. ഞങ്ങളത് ചില ടെക്സ്റ്റ് വെച്ച് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി ആശയം. അപ്പോ അതിന് പ്രത്യേകം നന്ദി പറയുന്നു ടീച്ചർ. താങ്ക് യു. സംവാദ ഭൂമിയിൽ ആരാ? പ്രവീണാണോ? അല്ലേ? ടീച്ചർ ക്ലാസ് ഞാൻ മുഴുവനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യാത്രയൊക്കെ ആയിരുന്നു, പിന്നെ വെക്കേഷനായിരുന്നു. പക്ഷേ കേട്ട കുറച്ച് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്നും കൂടി ടീച്ചർ പറഞ്ഞല്ലോ, ഇതൊരു മെത്തഡോളജി ഫോളോ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് ആ മെത്തഡോളജി ഒരു പർട്ടിക്കുലർ ഫിലോസഫി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഏത് ശാസ്ത്രം മനസ്സിലാക്കാനും ഉപയോഗിക്കാം. മാത്രമല്ല നമുക്ക് ജീവിതത്തിലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നി. കാരണം നമ്മളിപ്പോഴും ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മെത്തഡോളജിയെ കുറിച്ച് പറയുമെങ്കിലും അതിനെ ഒന്ന് വിശദീകരിച്ച് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാറില്ല. ജസ്റ്റ് ഇപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ വേണം, പ്രീറിക്വസിറ്റ്സ് വേണമെന്ന് പറയേണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ടീച്ചറുടെ ഈ 2-3 ഞാൻ കേട്ട ക്ലാസ്സിലൊക്കെ ടീച്ചർ ആ ഭാഗം എത്തുമ്പോൾ ഇതാണ് ആ മെത്തഡോളജിയിൽ മുമ്പ് പറഞ്ഞത്, അവിടെയാണ് ഇത് ഘടിപ്പിക്കേണ്ടതെന്ന്
പറയുണ്ടായിരുന്നു വീണ്ടും വീണ്ടും. അപ്പൊ അത് നല്ല ഉപയോഗപ്പെട്ടു. പിന്നെ മാഷ് പറഞ്ഞ മാതിരി ഇത് റെക്കോർഡഡ് ആയ കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ള ക്ലാസ്സും കൂടി കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നന്ദിയുണ്ട്. സന്തോഷം. ഇത് എനിക്കായിരിക്കും ഒരു പക്ഷെ ഞാൻ അങ്ങോട്ട് നന്ദി പറയാം. കാരണം ഞാനും കുറച്ചു കാലമൊക്കെ ആയി എങ്ങനെ വളരെ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയ പഠിപ്പിക്കലിൽ നിന്ന് കുറച്ചു കാലമൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അപ്പൊ ഇന്നത് അതില് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഒരു കാര്യം കൂടി വലിയ സന്തോഷം. പറഞ്ഞോട്ടെ മാഷെ, നമുക്ക് ഇത് വേദാന്ത സാരം കഴിഞ്ഞു വെച്ചാലും ഇതേപോലെ കുഞ്ഞ് ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് എടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്നില്ല. ഇനിയിപ്പോ കുറച്ച് ഗ്യാപ്പ് ഇരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ. അതെ, ടെക്സ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തില് ടീച്ചർക്ക് തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ടീച്ചർക്ക് വേണമെങ്കിൽ സജഷൻസും തരാവുന്നതാണ്. ഞങ്ങൾക്ക് ഏറെ സന്തോഷം തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷയം പൊതുവായിട്ട് ഒരു വിഷയം ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. നമുക്ക് അതിന് കുറച്ച് മുന്നൊരുക്കത്തോടു കൂടിയിട്ട് പബ്ലിസിറ്റിയോട് കൂടി ആളുകളെ വിളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതും കൂടിയാണ്. ആയിക്കോട്ടെ, ഞാൻ അറിയിക്കാം. വലിയ സന്തോഷം. ശരി. ഓ, ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി.